എല്ലാവർക്കും നമസ്കാരം. ഡ്രൈവിംഗ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ മുന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനെ റിലേറ്റ് ചെയ്ത് ഇതിന് മുന്നേ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഷെയർ ചെയ്യാം. എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഡ്രൈവിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സീറ്റിംഗ് ആണ്. ടൂ വീലറിൽ സീറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. സീറ്റിങ്ങിൽ നമ്മൾ കയറി ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇരുന്ന് വണ്ടി ഒരിക്കലും ഓടിക്കരുത്. ഓടിക്കുന്നതായാലും പഠിക്കുന്നതായാലും ഇങ്ങനെ ഇരിക്കരുത്. ബാലൻസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നേരെ കയറിയിരിക്കും. കംഫർട്ടബിൾ ആയിട്ട് പൊസിഷനിൽ നേരെ കയറി തന്നെ ഇരിക്കുക. ഹാൻഡിൽ ബാലൻസ് ആണ് പഠിക്കില്ല. ഹാൻഡിൽ ജസ്റ്റ് ചുമ്മാ ഒന്ന് ഹാൻഡിൽ ഫുള്ളൊന്ന് റൊട്ടേറ്റ് ചെയ്യുക. അതിനുശേഷം വണ്ടി രണ്ട് കാലിലും ബാലൻസ് ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കുക. ഇതിൽ തന്നെ നമ്മൾ സ്റ്റാൻഡ് ഇപ്പോൾ തൽക്കാലം എടുക്കണ്ട. സ്റ്റാൻഡ് കുറച്ചൊന്ന് കഴിഞ്ഞിട്ടില്ല. പക്ഷെ വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരിക്കലും സ്റ്റാൻഡിൽ കൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കും. അപ്പം ഈ രണ്ട് കാലിലും ബാലൻസ് ചെയ്തിട്ട് വണ്ടി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി ഒന്ന് പഠിച്ച് സ്റ്റാൻഡ് റിലീസ് ചെയ്തിട്ട് ഈ വണ്ടി ഒന്ന് ഇപ്പോഴൊന്നും സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. വണ്ടി ഒന്ന് പുഷ് ചെയ്യുക. നമ്മുടെ രണ്ട് കാലിൻ്റെയും ബലത്തിൽ വണ്ടിയുടെ വെയിറ്റ് ഒന്ന് കൊണ്ടുപോകും. വണ്ടിയുടെ കാലിൻ്റെ ബലത്തിൽ അത് തന്നെ നിങ്ങൾ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഓടിക്കുക. വണ്ടിയുടെ വെയിറ്റ് നമ്മുടെ കയ്യിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കുന്നതിന് മുന്നേ കുറച്ച് ഇതേപോലത്തെ കുറച്ച് പ്രൊസീജിയേഴ്സ് ആണ്. ഫസ്റ്റ് വണ്ടി രണ്ട് കാലിലും വണ്ടി ബാലൻസ് ചെയ്യുക. ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേനും വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് ഇഗ്നീഷൻ ഓൺ ചെയ്ത് ബ്രേക്ക്, ബാക്ക് ബ്രേക്കോ ഫ്രണ്ട് ബ്രേക്കോ ഏത് വേണമെങ്കിലും നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ യൂസ് ചെയ്യാം. പക്ഷെ നമുക്ക് ബാക്ക് ബ്രേക്കാണ് എപ്പോഴും സേഫ്. അത് തന്നെ യൂസ് ചെയ്താലാണ് നല്ലത്. ബാക്ക് ബ്രേക്ക് കംപ്ലീറ്റ് ആയിട്ടും പിടിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് ഇറുക്കിയല്ല, പൊട്ടിയിരുന്ന രീതിക്ക് പിടിക്കരുത്. ജസ്റ്റ് അത് കംപ്ലീറ്റ് വരുന്ന രീതിക്ക് പിടിച്ചിട്ട് സെൽഫ് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് സെൽഫ് കൊടുത്താൽ മതി. അപ്പോൾ വണ്ടി സ്റ്റാർട്ടായി. ഇനി ബ്രേക്ക് കംപ്ലീറ്റ് ആയിട്ട് പിടിച്ച് തന്നെ വെച്ചേക്കുക. അതൊരിക്കലും റിലീസ് ചെയ്യരുത്. ബ്രേക്ക് പിടിച്ചിട്ട് ആക്സിലേറ്ററാണ് അടുത്ത് നെക്സ്റ്റ് പഠിക്കാനുള്ള. ആക്സിലേറ്ററിൻ്റെ കൺട്രോളാണ്. ആക്സിലേറ്റർ ചെറിയതായിട്ട് മൈന്യൂട്ടായിട്ട് കൊടുത്താൽ മതി. മൈന്യൂട്ടായിട്ട് ഇതുപോലെ പോയിന്റ്, ജസ്റ്റ് ചെറിയൊരു പോയിന്റിൽ ആക്സിലേറ്റർ കൊടുക്കുക, റിലീസ് ചെയ്യുക, റിലീസ് ചെയ്യുക. അതിൽ തന്നെ ഒരു കുറച്ച് നേരം ഇതുപോലെ പഠിച്ചാൽ ആക്സിലേറ്ററിൻ്റെ കൺട്രോളാണ്. നിങ്ങൾ വണ്ടി അഥവാ ബ്രേക്കും വിട്ട് ആക്സിലേറ്റർ വിട്ട് ഇങ്ങനെ നിന്നാലും ഒന്നും പറ്റത്തില്ല. എന്ത് ചെയ്താലും ബ്രേക്ക് പിടിച്ചേക്കുക. ബ്രേക്ക് പിടിച്ചിട്ട് കംപ്ലീറ്റ് ബ്രേക്ക് പിടിച്ചിട്ട് ആക്സിലേറ്റർ കൊടുത്താലും വണ്ടി മൂവ് ആകത്തില്ല. ചെറിയ പോയിന്റിൽ. പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കരുത്. വണ്ടി എടുത്ത് ചാടും. ചെറുതായിട്ട് കൊടുക്കുക, റിലീസ് ചെയ്യുക, റിലീസ് ചെയ്യുക. അപ്പം ആക്സിലേറ്റർ നിങ്ങളുടെ കയ്യിൽ കിട്ടിയത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഈ പറയുന്നതൊക്കെ കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിനും ബാലൻസ് കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബ്രേക്ക് കപ്പിടുക. ബ്രേക്ക് എപ്പോഴും വണ്ടി ഓടിക്കുമ്പോഴായാലും എങ്ങനെയായാലും ബ്രേക്കിൽ രണ്ട് വിരൽ വെച്ചെടുക്കുക. എപ്പോഴാണ് എമർജൻസി വരുന്നതെന്ന് പറയാൻ. അതുകൊണ്ട് ബ്രേക്കിൽ രണ്ട് വിരൽ വെച്ചെടുക്കുക. അത് കഴിഞ്ഞ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ട് ആക്സിലേറ്റർ ചെറിയൊരു പോയിന്റിൽ കൊടുക്കുക. വണ്ടി മൂവ് ആവുന്നൊന്നും മനസ്സിലാവും. അതോടൊപ്പം കാലും അങ്ങനെ ഒരു മെത്തേഡ് ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ എന്തെങ്കിലും സ്പേസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ മെത്തേഡ് നിങ്ങൾക്ക് അതൊരു കംഫർട്ടബിൾ ആയിട്ട് വരുന്ന സമയം വരയ്ക്കും 2-3 ദിവസം ഓടിക്കുക. ഒരു ഗ്രൗണ്ട് ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഇതുപോലെ ചെറിയൊരു സ്പേസ് ഒക്കെ ഉള്ളിടത്താണെങ്കിൽ അതായാലും മതി. ഒന്ന് ഓടിച്ച് പഠിക്കുക. ഇതാണ് ബേസ് പഠിക്കാനുള്ളത്. ഇത് കഴിഞ്ഞിട്ടാണ് ഇനി കാലൊക്കെ എടുത്ത് വരുന്നത്. ഈ ഒരു ആക്സിലേറ്ററിലും ഈ ഒരു ബാലൻസിലും ഒരു ലെവൽ വന്നതിന് ശേഷമാണ് ഇനി ബാക്കിയുള്ളത് പഠിക്കാനുള്ളത്. അപ്പം ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ കുറച്ച് ദിവസത്തേക്കോ അല്ലെങ്കിൽ ലൈസൻസ് കിട്ടുന്നവരോ മാത്രമായിട്ട് വണ്ടിയുടെ പഠിത്തം ഒതുക്കാതിരിക്കുക. നിങ്ങൾക്കൊരു ലൈഫ് ലോങ് ഒരു ഗോൾ ഉണ്ടാവണം. നമുക്ക് വണ്ടി ലൈസൻസ് എടുത്തു കഴിഞ്ഞാലും നമ്മുടെ ആവശ്യങ്ങൾക്ക് നമുക്ക് ഈ വണ്ടിയിൽ പുറത്ത് പോകാൻ പറ്റണം. അതുപോലെ ലൈഫ് ലോങ് തന്നെ ഇതങ്ങ് കണ്ടിന്യൂ ചെയ്യുക.
വണ്ടിയുടെ ഡ്രൈവിംഗ് ലൈഫ് ലോങ് തന്നെ കണ്ടിന്യൂ ചെയ്യുക. കാരണം ചിലരൊക്കെ കുറച്ച് നാളത്തേക്ക് പഠിച്ച് കഴിയുമ്പോഴത്തേനും അതങ്ങ് നിർത്തുക. ലൈസൻസ് കിട്ടുന്നവരേ ഉണ്ടാവത്തുള്ളൂ പഠിത്തം. അത് കഴിഞ്ഞ് കുറച്ച് നാൾ വണ്ടി എടുക്കാൻ പറഞ്ഞാൽ ടച്ച് വിട്ടുപോയി എന്നുള്ള കാരണം കൊണ്ട് എന്തായാലും വണ്ടി എടുക്കാൻ അവർക്ക് പറ്റത്തില്ല. സോ നിങ്ങൾ വണ്ടി പഠിത്തം കുറച്ച് ദിവസത്തേക്ക് മാത്രം അല്ലെങ്കിൽ കുറച്ച് ലൈസൻസ് കിട്ടുന്നവരേക്ക് മാത്രം ഒതുക്കാതെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവുക. പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് ഈ വണ്ടിയുടെ ഈ ഒരു കാര്യങ്ങളെല്ലാം പഠിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ തുടർച്ചയായി വണ്ടി ഓടിക്കുക, അതിലൂടെ തന്നെ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അതുപോലെ നിങ്ങൾ ഗ്രൗണ്ടോ വണ്ടി അധികം വരാത്ത തെന്നിയും തെറിച്ചും മാത്രം വണ്ടി പോകുന്ന അങ്ങനത്തെ സ്ഥലം നോക്കി വണ്ടി പഠിക്കുക. തിരക്കുള്ള സ്ഥലത്ത് ഒരിക്കലും വണ്ടി പഠിക്കരുത്, അത് വലിയ വലിയ അപകടങ്ങളുണ്ടാക്കും. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒരു ഡെയിലി ബേസിസിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് തറവാകുമ്പോഴത്തേനും ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ബൈ.